മദ്രാസ്കാരൻ ഈ സിനിമയുടെ പേര് റിലീസ് ചെയ്തപ്പോൾ തന്നെ കുറെ ഒരാൾ എന്താണ് മദ്രസക്കാരൻ എന്നാണ് സിനിമയുടെ പേരെന്നൊക്കെ പറഞ്ഞ് ഒരു വിവാദം അങ്ങനെ ഉണ്ടായി. പിന്നെ അതിനുശേഷം ഇപ്പം മാർക്കോ ഹിറ്റാന്റെ ബേസിൽ ഉണ്ണിമൂന്നിനെയും ഷെയ്ൻ നിങ്ങത്തിനെയും വെച്ചിട്ട് പഴയ ഉംഫി ഡയലോഗിന്റെ ബേസിൽ നല്ല ട്രോൾ വരുന്നുണ്ട്. ഈ ട്രോൾ വരുന്ന സമയത്ത് ഒരു സമയത്തും ബാബുരാജിനെ ട്രോള് നമ്മൾ കണ്ടിട്ടില്ല. ബാബുരാജ് അത്യാവശ്യം നന്നായിട്ട് ഈ ഡയലോഗിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത ഒരു വ്യക്തിയാണ്. അതുപോട്ടെ സിനിമയിലേക്ക് വരുവാണെങ്കിൽ ഷെയ്നെ പോലത്തെ ഒരു ആക്ടർ അദ്ദേഹത്തിന്റെ ഡെബ്യൂ ഫിലിമായിട്ട് ഒരിക്കലും സെലക്ട് ചെയ്താത്ത ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. വീക്ക് സ്ക്രിപ്റ്റ്, വളരെ മോശം ഡയറക്ഷൻ, ക്യാരക്ടർ സെലക്ഷൻ മോശം, ക്യാരക്ടർ പ്ലേസ്മെന്റ് മോശം, മൊത്തത്തിൽ ഒരു ബിലോ ആവറേജ് സിനിമ എന്ന ലെവലിലേക്ക് പോയൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലൊന്നും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാത്ത സിനിമ പോയത്. ഷെയ്ൻ ഒട്ടും ആപ്റ്റല്ലാത്ത കഥാപാത്രം അത്യാവശ്യം നന്നായിട്ട് പുള്ളി വെറുപ്പിച്ചു എന്ന് പറയാം. തുടക്കം തൊട്ടേ നമുക്ക് മനസ്സിലാവും ഷെയ്ന് ചേരത്തില്ല എന്നുള്ളത്. ഡബ്ബിങ്ങിലാണേലും മൊത്തത്തിൽ പരിപാടി കയ്യിൽ നിന്ന് പോയി. ഇതാണ് എൻ്റെ അഭിപ്രായം.